പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ത്രിയേക ദൈവത്തിൻ്റെ തിരുനാമത്തിന് എന്നേക്കും മഹത്വമുണ്ടായിരിക്കട്ടെ. ആമേൻ. കർത്താവിനാൽ അനുഗ്രഹിക്കപ്പെട്ട പ്രിയ സഹോദരങ്ങളെ, വചനവിസ്മയം 36-ാമത്തെ എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. വിശുദ്ധ ഗ്രന്ഥ വായനയും ധ്യാനവും ദിവ്യബലിയിലുള്ള നമ്മുടെ പങ്കാളിത്തവും കൂടുതൽ ഫലപ്രദമാക്കാനുള്ള മാർഗമാണ് ഈ എപ്പിസോഡിൽ നാം ധ്യാന വിഷയമാക്കുന്നത്. ധ്യാനത്തിൻ്റെ ഒന്നാം ഘട്ടത്തിൽ ഒന്നാമതായി പരിശുദ്ധാത്മാവിൻ്റെ സഹായത്തോടെ ശ്രദ്ധാപൂർവം വചനം വായിച്ച് അതുവഴി കർത്താവ് നമ്മളോട് സംസാരിക്കുന്നത് എന്താണെന്ന് മനസ്സിലാക്കുക. ദൈവത്തെക്കുറിച്ചും നമ്മെക്കുറിച്ചും ദൈവ തിരുമനസ്സിനെക്കുറിച്ചുമെല്ലാം ദൈവം സംസാരിക്കുന്നത് ശ്രദ്ധിച്ച് വായിച്ചു മനസ്സിലാക്കുക. രണ്ടാമതായി കർത്താവിനോട് ആലോചിച്ച് പ്രാർത്ഥനാപൂർവം അവയെക്കുറിച്ച് മനനം ചെയ്യുക അഥവാ പരിചിന്തനം ചെയ്യുക. വ്യക്തമായ വചന സന്ദേശം ലഭിക്കുന്നതുവരെ വചനവായനയും വിചിന്തനവും തുടരണം. അപ്പോൾ വചന ചിന്തകളുടെ വെളിച്ചത്തിൽ നമ്മുടെ ഉള്ളിൽ നിന്ന് ഹൃദയപൂർവമായ പ്രാർത്ഥനയോ സ്നേഹസല്ലാപമോ വിശ്വാസ സമർപ്പണമോ നന്ദിയുടെയും സ്തുതിയുടെയും പ്രകരണങ്ങളോ ഉയരും. അപ്പോൾ നാം കർത്താവിൻ്റെ പാദാന്തികത്തിൽ ഏകാഗ്രമായി ഇരുന്നാൽ അവിടുന്ന് നമ്മളോട് ഹൃദ്യമായി സംസാരിക്കുന്ന അനുഭവമോ ദൈവാത്മപ്രേരിതമായി നാം പ്രാർത്ഥിക്കുന്ന അനുഭവമോ അവിടുന്ന് നൽകുന്ന പ്രചോദനങ്ങളും ഉൾക്കാഴ്ചകളും ഉൾക്കൊണ്ടുകൊണ്ട് തൃപ്പാദത്തിൽ ഇരുന്നു പോകുന്ന അനുഭവമോ ഉണ്ടാകും. അവിടുത്തെ സാന്നിധ്യവും സാമീപ്യവും നമുക്ക് അനുഭവപ്പെടും. അങ്ങയുടെ ദിവ്യ ചൈതന്യം നമ്മിൽ നിറഞ്ഞ് ശക്തി പ്രാപിക്കുന്ന അനുഭവവുമെല്ലാം ഉണ്ടാകുമ്പോൾ ആ അനുഭവത്തിലിരുന്ന് വചന സന്ദേശങ്ങൾ ഹൃദയത്തിൽ സംഗ്രഹിച്ച് നിധി പോലെ സൂക്ഷിച്ച് നിരന്തരം ധ്യാനിക്കുക. ഇപ്രകാരം ധ്യാനിച്ചൊരുങ്ങി നല്ല ഒരുക്കത്തോടെ പരിശുദ്ധ കുർബാനയിൽ പങ്കുചേരുക. രാവിലെ ധ്യാനിക്കുന്നതിന് തലേ ദിവസം തന്നെ ധ്യാന വിഷയം നിശ്ചയിച്ച് ശ്രദ്ധാപൂർവം വചനം വായിച്ച് പഠിച്ച് ശാഖോപശാഖകളായി പോയിൻറ്റ്സ് തിരിച്ച് പ്രധാന ചിന്തകൾ, വചന സന്ദേശങ്ങൾ എന്നിവ കുറിക്കുക. അവ നന്നായി വിശകലനം ചെയ്ത് നോട്ട് കുറിക്കണം. അതിലേറ്റവും ഹൃദയസ്പർശിയായ ഭാഗങ്ങൾ പ്രത്യേകം രേഖപ്പെടുത്തണം. അതിനുശേഷം ദൈവത്തോട് ആലോചിച്ച് സ്വജീവിതത്തോട് ബന്ധപ്പെടുത്തി വിചിന്തനം ചെയ്യുക. ഹൃദയപൂർവമായ പ്രാർത്ഥനയോടെ ആത്മീയ കുർബാനയും സ്വീകരിച്ചു വേണം കിടന്നുറങ്ങാൻ. രാവിലെ ഉണർന്നാലുടൻ ധ്യാന ചിന്തകൾ കൊണ്ട് മനസ്സിനെ ഉണർത്തണം. ഭക്ത സ്ത്രീകൾ സുഗന്ധദ്രവ്യങ്ങളും ഒരുക്കി അതിരാവിലെ കർത്താവിൻ്റെ ഖബറിലേക്ക് പോയതുപോലെ ധ്യാന സ്ഥലത്തേക്ക് പോവുക, അല്ലെങ്കിൽ ധ്യാനം ആരംഭിക്കുക. എൻ്റെ കർത്താവ് എന്നെ കാത്തിരിക്കുന്നു എന്ന ബോധ്യത്തോടെ സ്നേഹപൂർവം തിരുസന്നിധിയിലേക്ക് അല്ലെങ്കിൽ ധ്യാന സ്ഥലത്തേക്ക് പോവുക. പരിശുദ്ധാത്മാവിൻ്റെ സഹായം അപേക്ഷിച്ചുകൊണ്ട് മനസ്സിനെയും ചിന്തകളെയും ഏകാഗ്രമാക്കി ഭക്തിപൂർവം വചനം വായിച്ച് തലേ ദിവസം ഒരുക്കി വെച്ച ധ്യാന ചിന്തകൾ മനസ്സിലേക്ക് കൊണ്ടുവന്ന് സ്വന്തം വിളിയുടെയും ദൗത്യത്തിൻ്റെയും ജീവിത സാഹചര്യങ്ങളുടെയും പശ്ചാത്തലത്തിൽ പ്രാർത്ഥനാപൂർവം കർത്താവിനോട് ആലോചിച്ച് വിചിന്തനം ചെയ്യണം. ദൈവദൂതൻ്റെ വാക്കുകളുടെ അർത്ഥമെന്തെന്ന് പരിശുദ്ധ മറിയം ചിന്തിച്ചതുപോലെ വചനത്തിൻ്റെ പൊരുളറിയാനും വചനത്തിലൂടെ വെളിപ്പെടുന്ന ദൈവത്തിൻ്റെ തിരുമനസ്സറിയാനും കർത്താവിനോട് ആലോചിച്ച് പ്രാർത്ഥനാപൂർവം പരിചിന്തനം ചെയ്യുക. ഇപ്രകാരമുള്ള നിരന്തര വിചിന്തനം ഹൃദയപൂർവമായ പ്രാർത്ഥനയിലേക്കും സ്നേഹസല്ലാപത്തിലേക്കും വിശ്വാസ സമർപ്പണത്തിലേക്കുമെല്ലാം നയിക്കും. ഹൃദയപൂർവമായ പ്രാർത്ഥന കർത്താവുമായുള്ള സ്നേഹസല്ലാപത്തിലേക്കും വിശ്വാസ സമർപ്പണത്തിലേക്കും നയിക്കും. ശരിയായ വചനവിചിന്തനവും ഹൃദയപൂർവമായ പ്രാർത്ഥനയും നമ്മെ വിശുദ്ധീകരിച്ച് ഹൃദയത്തിൽ ദൈവസ്നേഹമുണർത്തും. അപ്പോൾ കർത്താവുമായുള്ള സ്നേഹ സംഭാഷണത്തിലേക്കും
നന്ദിയുടെയും സ്തുതിയുടെയും അനുതാപത്തിൻ്റെയും സമർപ്പണത്തിൻ്റെയും അപേക്ഷയുടേതുമായ പ്രകരണങ്ങളിലേക്കും നിമിഷ പ്രാർത്ഥനകളിലേക്കും പരിശുദ്ധാത്മാവ് നമ്മെ നയിക്കും. ഇത് കഴിയുമ്പോൾ ധ്യാന സമാപനമായി ധ്യാന അനുഭവവും ദൈവം നൽകിയ ഉൾവെളിച്ചവും പ്രചോദനവും അനുസരിച്ച് പ്രത്യേകമായ ധ്യാന നിശ്ചയം എടുക്കുക. അത് പ്രായോഗികമാക്കുവാനുള്ള കൃപ യാചിച്ച് കർത്താവിന് നന്ദി പറഞ്ഞ് ധ്യാനം അവസാനിപ്പിക്കുക. ധ്യാനം പ്രായോഗികമാക്കലും വിലയിരുത്തലും ധ്യാനം ജീവിതത്തിൽ അന്നന്ന് തന്നെ പ്രായോഗികമാക്കാനും ധ്യാനനിശ്ചയം പാലിക്കാനും പ്രത്യേകം ശ്രദ്ധിക്കണം. അതിനായി ഇടയ്ക്കിടെ ധ്യാന ചിന്തകളും ധ്യാന നിശ്ചയവും ഓർമ്മയിൽ കൊണ്ടുവന്ന് ധ്യാനിക്കണം. ഉറങ്ങുന്നതിനു മുമ്പ് ഇവയെക്കുറിച്ച് ആത്മശോധന ചെയ്ത് വിലയിരുത്തുക. ധ്യാനം പ്രായോഗികമാക്കാൻ സാധിച്ചെങ്കിൽ തമ്പുരാന് നന്ദി പറയുക. വന്നുപോയ വീഴ്ചകൾക്ക് മാപ്പപേക്ഷിച്ചുകൊണ്ട് അടുത്ത ദിവസത്തെ ധ്യാനം കൂടുതൽ മെച്ചപ്പെടുത്താനായി ആഗ്രഹിച്ച് ദൈവാശ്രയത്തോടെ ഒരുങ്ങുക. ധ്യാനത്തിൻ്റെ രണ്ടാം ഘട്ടം. ഇതുവരെ നാം പറഞ്ഞത് ധ്യാനത്തിൻ്റെ ഒന്നാം ഘട്ടമാണ്. ധ്യാനത്തിൻ്റെ രണ്ടാം ഘട്ടം കർത്താവിനെ ശ്രവിക്കലും ദൈവാത്മപ്രേരിതമായ പ്രാർത്ഥനയുമാണ്. വിചിന്തന ധ്യാനത്തിൽ പുരോഗമിച്ച് ഹൃദയപൂർവമായ പ്രാർത്ഥനയും സ്നേഹസല്ലാപവുമെല്ലാം നടത്തുമ്പോൾ കർത്താവ് നമ്മോട് സംസാരിക്കുകയും നാം അവിടുത്തെ ശ്രവിക്കുകയും തിരുസാമീപ്യം അനുഭവപ്പെടുകയുമെല്ലാം ചെയ്യും. അതിവേഗത്തിൽ ഈ അനുഭവത്തിലേക്ക് വളരാൻ നാം ചെയ്യേണ്ടത് വിശുദ്ധ ഗ്രന്ഥ വായനയും പഠനവും ധ്യാന ഒരുക്കവും നേരത്തെ നടത്തി ജോലികൾക്കിടയിലും മറ്റുമായി വിചിന്തനവും സ്നേഹസല്ലാപവും നടത്തുക. ധ്യാനത്തിൽ പുരോഗമിക്കാനുള്ള ആഗ്രഹം ഇടയ്ക്കിടെ വലിയ സ്നേഹത്തോടെ വിനയപൂർവം കർത്താവിനെ അറിയിക്കുകയും ചെയ്യുക. ചിലപ്പോൾ ദൈവത്തോടുള്ള സ്നേഹവും ദൈവത്തിനു വേണ്ടിയുള്ള ദാഹവും നമ്മുടെ ഉള്ളിൽ നിറയുകയും ദൈവനിവേശിതമായ പ്രാർത്ഥനകൾ ഉള്ളിൽ നിന്ന് വരികയും ചെയ്യും. അപ്പോൾ ധ്യാന സമയത്ത് നമ്മുടെ ശ്രദ്ധ പൂർണ്ണമായും കർത്താവിലും തിരുവചന ഭാഗങ്ങളുടെ അന്തരാർത്ഥത്തിലും പതിപ്പിച്ചുകൊണ്ട് പരിശുദ്ധാത്മാവിൻ്റെ സഹായത്താൽ നാം തൃപ്പാദത്തിൽ ഇരുന്നു പോകുന്ന അനുഭവമുണ്ടാകും. ചിലപ്പോൾ ബന്ധപ്പെട്ട മറ്റു പല തിരുവചന ഭാഗങ്ങൾ മനസ്സിൽ വന്ന് നിറയും. നല്ല ഉൾക്കാഴ്ചകൾ ലഭിക്കുകയും ചെയ്യും. അപ്പോൾ നമ്മുടെ വിചിന്തനവും സ്നേഹസല്ലാപവും കുറഞ്ഞ് ഹൃദയം മൗനമാകും. അങ്ങനെ അവിടുത്തെ ശ്രവിച്ചുകൊണ്ട് തൃപ്പാദത്തിൽ ഇരിക്കുമ്പോൾ ദൈവസാമീപ്യം കൂടുതലായി നമുക്ക് അനുഭവപ്പെടുകയും വചനചിന്തകളുടെ പൊരുൾ മനസ്സിലാക്കിക്കൊണ്ട് ഏകാഗ്രമായി തൃപ്പാദത്തിൽ ഇരിക്കാൻ സാധിക്കുകയും ചെയ്യും. അതായത് നേരത്തെ വിചിന്തനത്തിന് വിഷയമാക്കിയവ ഇപ്പോൾ നാം ദർശിക്കാൻ തുടങ്ങുന്നു, അനുഭവിച്ചറിയാൻ തുടങ്ങുന്നു. വലിയ ആത്മീയ ആനന്ദവും ഹൃദയ സമാധാനവും നൽകുന്ന ഈ അനുഭവം മുതലാണ് യഥാർത്ഥ ധ്യാനം അഥവാ കോണ്ടംപ്ലേഷൻ ആരംഭിക്കുന്നത്. തീക്ഷ്ണമായ ആഗ്രഹത്തോടും ദൈവസ്നേഹത്തോടും കൂടെ വിനയപൂർവം നന്ദിയോടെ പരിശുദ്ധാത്മാവ് നയിക്കുന്നതനുസരിച്ച് ധ്യാനത്തിലേക്ക് പ്രവേശിക്കുക. വിഷയം എന്നും മാറാതെ പല ദിവസം കൂടുതൽ ആഴത്തിൽ ഒരേ വിഷയം വിചിന്തനം ചെയ്താൽ ധ്യാനത്തിൻ്റെ മൂന്നാം ഘട്ടത്തിലേക്ക് പെട്ടെന്ന് നമുക്ക് പ്രവേശിക്കാൻ കഴിയുമെന്നാണ് ധന്യൻ മാർ ഇവാനിയോസ് പിതാവ് പറയുന്നത്. കർത്താവ് സംസാരിക്കുമ്പോൾ ദൈവസാമീപ്യം അനുഭവപ്പെടുകയും ഉള്ളിൽ ദൈവസ്നേഹം നിറയുകയും പരിശുദ്ധാത്മാവിനാൽ പ്രേരിതമായ പ്രാർത്ഥനയും കൃതജ്ഞതാസ്തോത്രവും സ്നേഹപ്രകരണങ്ങളുമെല്ലാം ഉള്ളിൽ നിന്ന് വരികയും ചെയ്യും. അപ്പോൾ കർത്താവിനെ അനുഭവിക്കാനുള്ള തീവ്രമായ അഭിലാഷവും നമ്മിൽ ജനിക്കും. അതനുസരിച്ച് ഏകാഗ്രതയോടെ വിനയപൂർവം അവിടുത്തെ പാദാന്തികത്തിലിരുന്ന് ദൈവാത്മാവിൻ്റെ സഹായത്തോടെ സ്നേഹപൂർവം ധ്യാനത്തിലേക്ക് പ്രവേശിക്കുക. ധ്യാനത്തിൻ്റെ മൂന്നാം ഘട്ടം പൂർണ്ണമായ മിസ്റ്റിക്കൽ ധ്യാനമാണ്. അടുത്ത എപ്പിസോഡിൽ നമുക്കതിലേക്ക് പ്രവേശിക്കാം. ഈ എപ്പിസോഡിൽ ധ്യാനത്തെക്കുറിച്ച് നാം മനസ്സിലാക്കിയ ഈ 2 ഘട്ടങ്ങൾ നന്നായി പഠിച്ചുറപ്പിച്ച് ധ്യാനം പരിശീലിക്കാൻ പരിശ്രമിക്കുക. ഇപ്രകാരം ധ്യാനിച്ചൊരുങ്ങി
പരിശുദ്ധ കുർബാനയിൽ പങ്കുചേരുമ്പോൾ യേശുതമ്പുരാൻ്റെ സജീവ സാന്നിധ്യം നമുക്ക് അനുഭവിക്കാനും അങ്ങുമായുള്ള ആത്മബന്ധത്തിൽ ആഴമായ സ്നേഹത്തിൽ വളരാനും അനുദിന ജീവിതം കൂടുതൽ ആനന്ദപൂർണ്ണമാക്കാനും ദൈവാനുഭവത്തിൽ അനുദിനം വളരാനും സാധിക്കും. അതിനായി സർവശക്തൻ നമ്മെ അനുഗ്രഹിച്ച് ആശീർവദിക്കട്ടെ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദിമുതൽ എന്നേക്കും. ആമേൻ.